മമ്മൂക്ക എന്താടാ കുട്ട ഇവരെല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. മൈരാണ് സാധനം തോന്നിയായിരിക്കും. ചത്ത പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് what are you feeling today? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇതിനെപ്പറ്റി വലിയ വെളിപാടൊന്നുമില്ല. അങ്ങനെ അവര് പറഞ്ഞ പോലെ കാണിച്ചു. അത്രയുള്ള സിനിമയില് ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത്. സത്യമല്ലേ? ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുമ്പിൽ പോയി മോശമാകല്ലോ ആയിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തത്. നീ എന്നെ പറയുന്നില്ലേ? അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ഈ ഞമ്മളൊക്കെ ചതിക്കായിരുന്നല്ലടി. അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു. അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വം. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ റെസ്ലിംഗ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? റെസ്ലിംഗ് എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ബന്ധമാണെങ്കിൽ എന്റെ മൂത്തപ്പയുടെ മൂത്ത മോനാണ്. ഈ ഒരു ചിത്രത്തിൽ കിട്ടിയത്, അത് മമ്മൂക്ക ആ കഥാപാത്രം അഭിനയിക്കാൻ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാം വിധിയുടെ വിളയാട്ടം. ലോകത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാശൊന്നും തന്നിട്ടില്ല ഇതുവരെ. എപ്പ തരും? ഞാൻ തരാം തരാന്ന് പറഞ്ഞ എപ്പ തരും? കോമഡി പീസ് എന്ന് പറയുന്നത് അസല് കോമഡി ക്യാരക്ടർ. കുറ്റപ്പെടുത്താതെടാ, പാവാ. അതായത് നാവ് കടിക്കുക, പല്ലിളിക്കുക, കണ്ണുരുട്ടുക. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു. അതായത് ആ ഫോട്ടോ വെച്ച് സ്ലാങ്ങില് എന്തൊക്കെയോ പറയാ. എന്താ പറ, എനിക്കറിയില്ല. വാൻ പരിപാടി നടക്കുന്നിടയ്ക്ക് മമ്മൂക്കയുടെ എൻട്രി. എന്നിട്ട് അവിടെ വന്നിട്ട് കോമാളിക്കളി. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. കോമാളിക്കളി ഭയങ്കര കോമാളി തറയിപ്പോ മമ്മൂക്കിനെ കൊണ്ട് കാണിപ്പിച്ചത്. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി കൊണ്ടല്ലോ.